അയ്യോ വയറ് പൊള്ളുന്നേ. എടാ എന്തിനു മുടിഞ്ഞ ചൂടായത് സഹിക്കാൻ വയ്യേ. ഇനിയിപ്പൊ എങ്ങോട്ടാന്ന് പോയിരിക്കുന്നേ. കേരളത്തിൽ പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു. ആ ചേട്ടാ, നമ്മളിനി അങ്ങോട്ട് പോകും ചേട്ടാ. ഉള്ള കാടും മേടും മൊത്തം ഇവന്മാര് വെട്ടി നശിപ്പിച്ച്. കാട് വിട്ട് പാമ്പ് നാട്ടിലേക്ക്. അവന്മാര് നമ്മുടെ കാടും മേടും എന്തിനാ വെട്ടി നശിപ്പിച്ചേ? അവന്മാർക്ക് വീട് വെക്കാൻ വേണ്ടി. അപ്പൊ അവന്മാര് വെച്ച വീട് ആരെയാ? അയ്യോ ചേട്ടാ, അത് നമ്മുടെ ആവണ്ടേ ചേട്ടാ. പാമ്പിനെ കണ്ടാൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. വാവാജീഷ്. അവരുടെ വീടാണ് നമ്മുടെ വീടും. അപ്പൊ നമ്മൾ എവിടെ താമസിക്കണം ഇനി മുതൽ? അവന്മാരുടെ വീട്ടിൽ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ആ കാലില്ലാത്ത പുണ്ട. ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ. ആ പാമ്പങ്ങാണ് ഇങ്ങോട്ട് പറഞ്ഞ എന്റെ കയ്യിലൊക്കെ ഇട്ട് ഞാൻ അടിച്ച് പെരുപ്പിച്ച്. തോന്നിയതാണ്. എനിക്കെന്നാൽ തോന്നിയതാണോ? പക്ഷെ കണ്ടാണോ? ബാത്റൂമിൽ ഞാൻ മിന്നായം പോലെ പാമ്പിനെ കണ്ടല്ലോ. ഇനി വല്ല പാമ്പിന്റെ ശാപം കിട്ടിയ പാമ്പിന്റെ അമ്പലത്തേക്ക് വന്നില്ലേ? ഹലോ, വാവാജീഷാണോ? എവിടെ അതിഥി? എവിടെ? നിങ്ങളാരാ? ഞാൻ വാവാ അജീഷ്. വാവാ സുരേഷിന്റെ ആരുമല്ല. അകത്തുണ്ട് അതിഥി. അപ്പൊ വീടിനകത്തോട്ട് വാ. ഞാൻ കൂടെ പറഞ്ഞോ? വാരോ, അകത്തോട്ട് വാ. പാമ്പിന്റെ മണം കിട്ടിയോ? പാമ്പിന്റെ അല്ല, നല്ല ഉണക്കമീൻ്റെ മണം. ഉണക്കമീന ആ, അമ്മയോട് പറഞ്ഞു ഇച്ചിരി മുളക് ഉണക്കി. മുനി എവിടാ മുനി ഇരിക്കുന്നേ? ഏട്ടനെ കൊണ്ട് കഷ്ടപ്പെടുത്തി കിടക്കി. വാ മുനി, ഇങ്ങി വാടാ മുനെ. നിങ്ങളിപ്പോ പണ്ടത്തെ കൂട്ടി മറ്റേ മകുടി ഒന്നും ഊത്തില്ലയോ? പോടാ എന്താ വട്ട ചോദ്യം കൊണ്ടാവും വന്നോളും. ശരിയാണല്ലേ ദൈവമേ, അതെന്തിപ്പോ കാണാത്തേ? എന്നാലും ഈ അതിഥി എവിടെ പോയി കിടക്കുന്ന ദൈവമേ? വെള്ളം കുടി കുറച്ച്. അടുപ്പിക്കുന്നതാ ചേട്ടാ. എന്നാലും പാമ്പ് എന്താ ഐശ്വര്യം. ഇതിനെ കണ്ടിട്ടാണോടാ നീ പേടിച്ചേ? നീയൊക്കെ പേടിപ്പിച്ച് ഇനി എവിടേക്ക് ഇടിച്ച് മുറിഞ്ഞ്. എടീ, ലൈസൊന്നുമില്ല, വളർത്തുന്നൊന്നുമല്ലല്ലോ. വളർത്തുന്നല്ല, കുഴപ്പമൊന്നുമില്ലേ? ഇല്ല കാട്ടുപാമ്പാ. ആ, അത് ചില വീട്ടിൽ വളർത്തുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഇല്ല കുഴപ്പമില്ല. അപ്പഴേ പാമ്പിനൊക്കെ പിടിച്ചല്ലോ, ഞാൻ പോട്ടെ. ഓക്കെ, അല്ല പൈസ ഒന്നും ഫ്രീ സർവീസ്. പിന്നെ എന്തൊരാവിയത്. എന്താ മോനെ വീണ്ടും വന്നിട്ടേ കണ്ട? ഒന്നിക്കൂടുതൽ ആദ്യമായിട്ടെന്ന് എനിക്ക് തോന്നിയതാ. സാരല്ല, ഇനി എടുത്തോളാം. അയ്യോടാ, മറ്റവന്റെ അനിയന് ഇവിടെ ഇല്ലേ? ഇനി ഓരോ ചൂട് സൂക്ഷ്മമാണ്. ഉമ്മാരവിടെ കയറിയിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഒന്ന് അമ്പലത്തിൽ പോയേക്കാം. ബെൽറ്റോടെ മോനെ ബാ ബാ ബാ. എന്നെ ബലം പിടിക്കാ വാടാ. പേടിച്ചിട്ടാ പാവാ. വാ കൊണ്ടുവെക്കൂ. ഇതെങ്ങനെ പോലെ ഒരു 2 വയസ്സ് പ്രായം കാണും. എന്നാലും ഇതിന്റെയൊക്കെ പ്രായം എങ്ങനെ പറയുന്നേ? അതൊക്കെ ചുമ്മാ വരതില്ലേ. പാമ്പത്തൊരു വാറെന്ന് പറയത്തില്ലേ? നീ കേട്ടോ വാറന്നല്ലേ? ഇല്ല. ഇവിടെ ഞാൻ വന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾ അനാവശ്യ ചോദ്യം എന്നോട് ചോദിക്കല്ലേ. വാവേട്ടാ, ആ ഇവിടെ വാഷ് മെഷീൻ അവിടെ ഇടണം. അവിടെ നിന്നോ? വാവേട്ടാ, ആ ഇവിടെ ഫ്രിഡ്ജിനകത്ത്. വാവേട്ടോ, വാവേട്ടാ, ഇതേ വൈറ്റിൽ ഒരെണ്ണം വന്നിരിക്കുന്നു. വൈറ്റിലല്ല, എന്റെ വയറിന്റെ മണ്ടയ്ക്ക്. ഒന്ന് വരുമോ? നീ ഇപ്പൊ എവിടെ? ഇതാണ്ടിരിക്കും. ഇതിനെ എടുത്തു. ഇക്കളേക്ക നീ ആരുടെ ശിവനായ ഇതിന്റെ ഇടയ്ക്ക്?
ബാവേട്ടാ മുറിക്കകത്തൊരു 8 ഉണ്ട്. 8 യു മീൻ 8 മൂർക്കൻ? 8 പാമ്പ്. എടാ മോനെ, നിന്റെ ഉദ്ദേശം എന്തുവാ? ഈ പാമ്പിന്റെ കൂടെ നീ എങ്ങനെ ജീവിക്കും? അല്ല ഇപ്പം ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാന്? എടാ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ എന്ത് ചെയ്യാന്? നീ വീട് മാറണം. പിന്നെ ഇവരോട് പറയാൻ പറ്റുമോ? നീ അങ്ങോട്ട് നോക്കിയേ, മുക്കിനും മൂലയിലും എല്ലാം പാമ്പാ. അല്ല ഞാനിപ്പോ ഇനി ഇതും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാനാ? മോനി വല്ല കാട്ടിലോട്ടും പോടാ. അവിടെ പാമ്പൊന്നും ഇല്ല, എല്ലാ പാമ്പ് പോയിട്ടില്ല. ധൈര്യമായിട്ട് നോക്കൂ. കാട്ടിലോ? എനിക്കെന്തോ ശാപമുണ്ട്. അല്ലേ ഈ പാമ്പൊന്നും ഇങ്ങനെ വീട്ടിൽ കയറി വരത്തില്ല. ഏട്ടാ അടുത്തവിടെ കാടുള്ളേ? ആ കാവുണ്ടല്ലോ, കാവിലോട്ട് കയറാം.